പരിശുദ്ധ റമദാനിൽ ഞങ്ങൾ കഴിഞ്ഞ 3 വർഷത്തിൽ ചെറിയ മിനിറ്റ് മാത്രം പരിശുദ്ധമായ ഖുർആന്റെ വ്യാഖ്യാനം അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം നിസ്കാരമായിട്ട് ബന്ധപ്പെട്ട നിർബന്ധമായ അതില്ലാണ്ട് നടക്കാത്ത ഒരു വിഷയമാണ് ഫാത്തിഹ സൂറത്ത്. അപ്പോൾ ആ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ അതുമായിട്ടുള്ള തപ്പുകൾ എന്തരെ, അങ്ങനെ തജ്വീദിയായിട്ടുള്ള രൂപത്തിൽ എങ്ങനെ ഓതരെ, അതുപോലെ ഫാത്തിഹയുടെ മഹത്വം എന്തരെ എന്നായിട്ട് ഈ വിഷയത്തിലായിട്ട് കഴിഞ്ഞ 3 വർഷത്തിൽ ഞങ്ങൾ ഫുള്ളായിട്ട് 34 അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ വർഷം ഇൻഷാ അല്ലാഹ് ഫാത്തിഹ സൂറത്തിലെ ജസ്റ്റ് വിഷയം ചൊന്നിട്ടു ഞങ്ങൾക്ക് ഖുൽ ഹുവല്ലാഹു സൂറത്തും അതുപോലെ മഅ്വിദത്തൈനി ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്തിലെ ചെറിയ വിഷയം ഞങ്ങൾക്ക് ചൊല്ലണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ക്ലാസ് കൊണ്ട് എന്തൊരു ഉപയോഗം ഉണ്ട് ഞങ്ങൾക്ക് കേൾക്കണമെങ്കിൽ പരിശുദ്ധമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു ഹദീസിൽ ചൊല്ലു എന്തിനെങ്കിൽ വമാ ഇജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്, അല്ലാഹുവിന്റെ പള്ളിയിൽ ഒരു സമുദായം, ഒരു കൂട്ടം ആൾമാർ ഇങ്ങനെ അല്ലാഹുവിന്റെ പള്ളിയിൽ അങ്ങ് ഒരുമിച്ച് കൂടുക. എന്നിട്ട് അങ്ങ് എന്തിനാക്കുന്നെങ്കിൽ യത്ലൂന കിതാബ് അല്ലാഹ്, പരിശുദ്ധമായ ഖുർആൻ അങ്ങ് ഓതുറാർ. അതുപോലെ വയതദാറസൂനഹു ബൈനഹും, അങ്ങനെ ഇടയിൽ പരിശുദ്ധമായ ഖുർആന്റെ ക്ലാസ് എടുത്തു കൊടുക്കാർ. അതായത് ഖുർആന്റെ മഹത്വം ചെന്ന് കൊടുക്കാർ, ഖുർആൻ ഓതനായ വിഷയങ്ങളൊക്കെയും അവതരിപ്പിച്ചു കൊടുക്കാർ. ആ ആൾമാരിങ്ങനെ കൂടിയിട്ട് ഖുർആന്റെ ക്ലാസ് അങ്ങ് എടുത്തു കൊടുക്കാർ. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു ഇല്ലാ നസ്സലത് അലൈഹിമുസ് സകീന, ആ കൂട്ടത്തെ ആൾമാരുടെ ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം ഇറക്കുകൊണ്ട്, അങ്ങനെ പ്രോബ്ലം വരല്ല, അങ്ങനെ നെമ്മതി അല്ലാഹു തആല ഇറക്കി കൊടുക്കൊണ്ടാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു വഗശീതുഹുമുർ റഹ്മ, അങ്ങനെ ഞങ്ങൾ ഇപ്പൊ ഒല്ലിങ്ങനെ ഞങ്ങളെ മേലെ ഇങ്ങനെ പായിച്ചിട്ട് മൂടുന്നത് പോലെ അങ്ങനെ ഇങ്ങനെ പായിക്കില്ല. എന്തിനു വന്നെങ്കിൽ അതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് അങ്ങനെ ഇങ്ങനെ പൊതിയിടുന്നുണ്ട്, അല്ലാഹുടെ റഹ്മത്ത് അങ്ങനെ ഇങ്ങനെ കവറാക്കിയിട്ടുണ്ട്. അത് മാത്രല്ല, എന്നിട്ട് ചൊല്ലു വഹഫത്തുഹുമുൽ മലായിക, അല്ലാഹുടെ ഏറ്റവും ശ്രേഷ്ഠമായ വിഭാഗമായ മലായിക വന്നിട്ട് അങ്ങനെ റൗണ്ട് ഫുൾ ഇങ്ങനെ കവറാക്കിയിട്ടാണ് ആർക്ക്? ഖുർആന് പഠിപ്പാട്ട ആൾമാർ, ഖുർആന്റെ വിഷയം ചെന്നു കൊടുക്കുന്ന ആൾമാർ, ആ വിഭാഗത്തെ ആൾമാരുടെ മേലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആക്കുക. അത് മാത്രല്ല വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹും, അല്ലാഹു എന്താക്കുക ചെന്നെങ്കിൽ അല്ലാഹുടെ ആൾമാരൊട്ടിക, അല്ലാഹുടെ അടിമകളൊട്ടിക അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കണമെങ്കിൽ ഈ ഖുർആൻ പഠിക്കുന്ന വിഷയത്തിൽ, അതുപോലെ ഖുർആൻ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ അവിടെ തെച്ചു കൊടുക്കുന്ന ആൾമാരുടെ വിഷയത്തിൽ അള്ളാഹു എല്ലാവരുടെയും മഹത്വം ചെന്ന് കൊടുക്കുക. കാരണം ഇന്ന പ്ലേസിൽ ഇന്ന ആൾമാർ ഖുർആനുക്ക് പേനായിട്ട് ഒരുമിച്ച് കൂടിയിടാറ്, അങ്ങനെ വലിയ മഹത്വം ഉണ്ട് ചെന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷം കൊണ്ട് അങ്ങനെ വിഷയം എല്ലാവരെയും പറഞ്ഞു കൊടുക്കുക, ചെന്നു കൊടുക്കാണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടുള്ളത്. വേറൊരു ഹദീസിൽ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആൾമാർ ചെന്നെങ്കിൽ അത് ഖുർആൻ പഠിക്കുന്ന ആൾമാരും ഖുർആൻ പഠിപ്പാട്ടുന്ന ആൾമാരും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരുപാട് മഹത്വമാണ് ഖുർആന്റെ വിഷയത്തിൽ ഒരുമിച്ച് കൂട്ടുന്നത്. അള്ളാഹു അതുപോലെ പ്രത്യേകിച്ച് റമളാനുക്കും ഖുർആനുക്കും വലിയ ബന്ധമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മഹത്വം മനസ്സിലാക്കി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രധാനമായിട്ട് ഞങ്ങൾ ഈ എല്ലാ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ഫാത്തിഹ എല്ലാ മഹാന്മാരുടെ പേരിൽ ഓതിട്ട് ഞങ്ങൾക്ക് ഹദിയാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ എല്ലാവരുടെ കാവൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الله سبحانه وتعالى ഞങ്ങൾ ഓതിയ ഫാത്തിഹ സൂറത്തും ചെന്ന വിഷയം അള്ളാഹു സ്വീകരിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.
പ്രത്യേകിച്ച് ഈ ഫാത്തിഹ എല്ലാ മഹാന്മാർ, പരിശുദ്ധമായ ഖുർആന്റെ ഇമാമിങ്ങൾ, അതുപോലെ എല്ലാ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങളുടെ ഹദ്റത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ കാവലും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ പേരമക്കൾക്കും ഞങ്ങളുടെ സന്താനം പരമ്പരക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മരിച്ചിരാറോ, ഞങ്ങളുടെ പള്ളി മൈതാനത്തിൽ വിശ്രമിച്ചിട്ടുള്ള ആരെല്ലാം മുഅ്മിനീങ്ങളുള്ളാറോ അങ്ങനെല്ലാവരുടെ ഖബറുകൾ അള്ളാഹു താല എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഖബർ അള്ളാഹു താല വിശാലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഫാത്തിഹ എത്തലോടുകൂടെ അങ്ങനെ എന്തെന്നില്ലാത്ത വലിയ സന്തോഷം അള്ളാഹു താല ഇട്ടുകൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله